അളിയ ഭയങ്കര പണിയിലായിരുന്നു. എനിക്ക് വല്ല താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നീ പറഞ്ഞോണ്ടാണ് ഞാൻ വന്നാല്. എടാ നീ ഓക്കെ അല്ലേ? ആ സീറ്റ് ബെൽറ്റ് ഒന്നിട്ടേക്കേ. ആ എടാ നീ എന്താ സഞ്ജുനൊന്നും വിളിക്കാത്ത? നീ ബാച്ചിലർ പാർട്ടി അറ്റൻഡ് ചെയ്തില്ലെം പറഞ്ഞ അവനാകെ പരാതിയാ. എവിടെ നീ എന്നെ വിളിക്കാറില്ല ഇപ്പോൾ. നീ കാണിക്കുന്നൊന്നും ശരിയല്ല കേട്ടോ. ഒരുമാതിരി ബോറിങ് പരിപാടി. നിങ്ങെന്ത് പറ്റി? വയ്യേ? ഒന്നുമില്ലടാ, പുതിയൊരു ജോലിക്ക് കയറി. അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടേ. ആണോ? നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഫോണിലെ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് എന്നിട്ട് നല്ലൊരു സോങ് വെച്ച്. നിൻ്റെ എല്ലാം ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. സോങ് വേണമല്ലേ? നല്ല മൂഡുള്ള പാട്ട് വെക്കിട്ടോ. പാട്ട് മൂഡ് വേണമല്ലേ? എടാ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ കയറി പോകുന്നത് ശരിയല്ലല്ലോ. ഇതാ നോക്ക്. വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇത്തിരി വെയിറ്റ് ഇരിക്കട്ടടാ. പിന്നല്ല. നിന്റെ ഫോൺ അടിക്കുന്നടാ. അത്യാവശ്യമുള്ള ഫോണല്ല, മൈൻഡ് ചെയ്യണ്ട. പിന്നെ അടിക്കണേ എന്തേലും അത്യാവശ്യം ഉണ്ടാവൂടാ. അത്യാവശ്യമുള്ള കോളൊന്നുമില്ലടാ, പിന്നെ തിരിച്ചു വിളിക്കും. അർജന്റ് ആയതുകൊണ്ടായിരിക്കടാ. വേണ്ട, നീ എടുത്തു നോക്ക്. പിന്നെ എടുക്കും. പിന്നെ അടിക്കണേ. ശല്യങ്ങളടാ, ഇവറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെയും വിളിച്ചോണ്ടിരിക്കും. എടുക്കടാ. ഒരാവശ്യമില്ല, വെറുതെ വെറുപ്പിക്കാനായിട്ട്. എടുത്തു നോക്കടാ, എന്തെങ്കിലും അർജന്റ് ആയിട്ടായിരിക്കും. പിന്നെ വിളിക്കാം, നീ വിട്ടോ. നീ എടുത്തു നോക്കിയാലല്ലേ അറിയുള്ളൂ. കുഴപ്പമില്ലടാ, പിന്നെ വിളിക്കാം. കോള് എടുത്തു നോക്കടാ. ഒന്നും വേണം, നീ വണ്ടി വിട്ട്. എടുക്കടാ. എടുക്കടാ കോള്. അർജന്റ് കോളമൊത്തെ കോളൊക്കെ പിന്നെ എടുക്കാനേ. ഒരു മിനിറ്റ് നിൽക്കുന്നു. പോവല്ലേ? കാലൊന്ന് മാറ്റി. നീ എല്ലായിടത്തും പൊക്കി വെച്ചേ. ഹലോ പറമുത്തെ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്, പണിയിലാണ്. നീ ഇങ്ങനെ ശല്യം ചെയ്ത എങ്ങനെ തീരാനാ മുത്തേ? ഇതങ്ങനെ ഇടയ്ക്ക് നിർത്തി പോരാന്ന പണിയൊന്നുമല്ല. എനിക്കറിയില്ല എൻ്റെ പണി. നീ പേടിക്കണ്ട മുത്തേ, ഞാനില്ല കൂടെ. പിന്നെ അവൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനൊന്നും പറയല്ല മുത്തേ. ശരി, അത് വിട്. 2 ആഴ്ച നമ്മൾ പോയി കണ്ടിട്ട് എന്നൊന്ന് കാണാൻ പറ്റുക. ഹലോ ഹലോ, കട്ട് ചെയ്തോ? പുല്ല് വരും, എവിടെ പോവാനാ? നിലക്കായത് നേരോ നല്ല നേരോ, നെഞ്ചിൽ പായത് കാമം വിടും ബാണം. എനിക്ക് കിടക്കങ്ങോട്ട്. എന്താ അറിയില്ല, അറിഞ്ഞാണോ? ആ തന്നെ.
ഹലോ. അളിയാ ഇന്നല്ലേ സഞ്ജുവിന്റെ എൻഗേജ്മെന്റ്, നമുക്ക് പോണ്ടേ? ഓ ഞാൻ വരുന്നു, ഒരു പണിയില്ല. പണിയൊക്കെ പിന്നെ ചെയ്യാം, നീ വാ നമുക്ക് പോയിട്ട് വരാം. പോരാത്തിന് വണ്ടിയും കംപ്ലൈൻറ്റ്. നീ പോയിട്ട് വാ. ഞാൻ ഒന്നും പറയണ്ട, വാ ലൊക്കേഷൻ അയച്ചേ, ഞാൻ അതാ എത്തി. വിട്. എടാ ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. വരാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ലൊക്കേഷൻ വിട്. ലൊക്കേഷൻ ഇനി ഞാൻ അയച്ച് നീ കണ്ടുപിടിച്ച് വന്നിട്ട് എപ്പോൾ പോവാൻ? നീ ഇപ്പൊ എവിടെ നിൽക്കണേ അത് പറ. ഏടാ ഇവിടെ നമ്മളെ പഴയ കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ അടിയിൽ അവിടെ എന്ത് പരിപാടി? ചെറിയൊരു പരിപാടി. എടാ ആകെ നമ്മൾ കുറച്ച് പേരല്ലോ നാട്ടില്, നമ്മളും കൂടി ഏത് നേരത്താണോ അവന്റെ ഒരു നീലാക്കായല് കായലല്ലാത്ത കായത്. ഇവിടെ മയിരേ. എടാ ഹലോ ജിനി പോവാണോ? ഹലോ ഹലോ എടാ ഹലോ ഹലോ. എന്താണ് അവിടെ രക്ഷിപ്പോഴോ? അതൊന്നുമില്ല, സ്റ്റാഫാ. ആ ശരി, നീ അവിടെ ഈ പറഞ്ഞാണ് ഡൗട്ട് ഉണ്ട് കേട്ടോ. നീ വെള്ളടിച്ച് ബോധമില്ലാതെ ഓരോന്നും പറയാൻ നിൽക്കണ്ട. അവനെ കാണാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ കേൾക്കുന്നുണ്ടോ നീ? കിടക്കാണോ നീ? അതെ നാളെ നമുക്ക് കാണാട്ടോ. ശ്യാമേ ഞാൻ ഹലോ ഹലോ എടാ നീ എന്താണ് ഒന്നും മിണ്ടാത്തെ? ദേഷ്യാണ്. നിന്റെ ദേഷ്യം മാറ്റാൻ എനിക്കറിയാം. നീ വീഡിയോ കോൾ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും.